ഹലോ, നമസ്കാരം. നിങ്ങളൊരു സംസ്ഥാന സർക്കാർ ജീവനക്കാരനോ പെൻഷൻകാരനോ ആണോ? എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. ക്ഷാമബത്തയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അതെ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു വാർത്തയാണിത്. അപ്പോൾ എന്താണ് ഈ മാറ്റം? നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്ഷാമബത്ത നിരക്കിൽ ഒരു ഗംഭീര കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പഴയ 25% നിന്ന് ഒറ്റയടിക്ക് 35%ആയിട്ടാണിത് ഉയർത്തിയിരിക്കുന്നത്. അതെ, കേട്ടത് തെറ്റിയിട്ടില്ല. 10% വർധനവ്. ഇതൊരു ചെറിയ കണക്കൊന്നുമല്ല കേട്ടോ. നിങ്ങളുടെ മാസവരുമാനത്തിൽ നല്ലൊരു വ്യത്യാസം കൊണ്ടുവരാൻ പോകുന്നൊരു സംഖ്യയാണത്. അപ്പോ ഈ 10% വർധനവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് നോക്കാം. ഈ വർധനവിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനു മുൻപ് ഈ ക്ഷാമഭത്ത അല്ലെങ്കിൽ DA, പിന്നെ ക്ഷാമാശ്വാസം അതായത് DR, ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്തിട്ട് വരാം. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മുടെ നാട്ടിലെ സാധനങ്ങളിലേക്ക് വില കൂടുന്നില്ലേ? ആ വിലക്കയറ്റം കാരണം വരുന്ന അധിക ചെലവ് നേരിടാനായിട്ട് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളത്തിന്റെ കൂടെ കിട്ടുന്ന ഒരു അധിക തുക, അതാണ് ഈ സംഭവം. ശരി, അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്: ആർക്കൊക്കെയാണ് ഈ കൂടിയ നിരക്കിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്? നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് നോക്കാം, അല്ലേ? ഈ ആനുകൂല്യം കിട്ടുന്നവരുടെ ലിസ്റ്റ് നോക്കിയാൽ അത്യാവശ്യം വലിയൊരു ലിസ്റ്റ് തന്നെയാണ്. ഒരു ഭാഗത്ത് ഇപ്പോൾ സർവീസിലുള്ള ജീവനക്കാർ, അതിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, അധ്യാപകരുണ്ട്, എയ്ഡഡ് സ്കൂളുകളിലെയും പ്രൈവറ്റ് കോളേജുകളിലെയും ജീവനക്കാരുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വരെ ഇതിൽ വരുന്നുണ്ട്. ഇനി മറുഭാഗത്ത് പെൻഷൻകാരുടെ കാര്യമെടുത്താലോ? സംസ്ഥാന സർവീസ് പെൻഷൻകാർ, ഫാമിലി പെൻഷൻകാർ, എക്സ്ഗ്രേഷ്യ പെൻഷൻകാർ, അങ്ങനെ ഒരുപാട് പേർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. എപ്പോഴാണ് ഈ കൂടിയ പൈസ നമ്മുടെ കയ്യിൽ കിട്ടിത്തുടങ്ങുന്നത്? ആ തീയതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെ, അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഈ ഒരൊറ്റ ചോദ്യമേ കാണൂ: എപ്പോഴാണ് ഈ അധിക പണം നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ പേയ്മെന്റിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. നിലവിലെ ജീവനക്കാർക്ക് ഈ വർധനവ് കണക്കാക്കുന്നത് 2026 മാർച്ചിലെ ശമ്പളം അടിസ്ഥാനമാക്കിയാണ്. പക്ഷെ പെൻഷൻകാർക്കാണെങ്കിൽ അത് 2026 ഏപ്രിലിലെ പെൻഷൻ വെച്ചായിരിക്കും കണക്കുകൂട്ടുക. അപ്പോ ഈ കണക്കുകൂട്ടുന്ന മാസത്തില് ചെറിയ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എല്ലാവർക്കും പണം കയ്യിൽ കിട്ടുന്നത് ഒരേ സമയത്താണ്. അതായത് 2026 ഏപ്രിലിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിലും പെൻഷനിലുമായിരിക്കും ഈ കൂടിയ തുക ഉണ്ടാവുക. സോ ഏപ്രിൽ മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ശരി, ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം. അതാണ് കുടിശ്ശികയുടെ വിഷയം. അതിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ഉത്തരവില് ഇതിനെപ്പറ്റി പറയുന്നത് എങ്ങനെയാണ്? കുടിശ്ശികയെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഉത്തരവ് പിന്നീട് പുറപ്പെടുവിക്കും. അതായത്, സിമ്പിളായി പറഞ്ഞാൽ, കുടിശ്ശിക എപ്പോൾ എങ്ങനെ തരും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല. അതിനായി പുതിയൊരു ഉത്തരവ് വരും. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം ബാക്കിയാണ്: നിങ്ങളുടെ കുടിശ്ശികയുടെ കാര്യം എന്താകും? അതെപ്പോ കിട്ടും, എങ്ങനെ കിട്ടും എന്നറിയാൻ സർക്കാർ ആ പുതിയ അറിയിപ്പ് പുറത്തിറങ്ങുന്നതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ് വന്നാലും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത അറിയിപ്പിനായി കാത്തിരിക്കുക.